നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് പറഞ്ഞു. 6 എണ്ണം അല്ലേ? സെൽഫ് അസസ്മെൻറ്റ്, അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ, റെഗുലർ അസസ്മെൻറ്റ് ബൈ അസസിംഗ് ഓഫീസർ, റീ അസസ്മെൻറ്റ്, പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്, സെർച്ച് അസസ്മെൻറ്റ്. അതിലെന്താണ് സെൽഫ് അസസ്മെൻറ്റ്? സെക്ഷൻ 140A. Name suggests self-assessment tax is the tax which is computed by the taxpayer. ടാക്സ് പേ ചെയ്യുന്ന വ്യക്തിയാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓൺ ഹിസ് ഓൺഡ് ആൻഡ് ദെൻ ഡെപ്പോസിറ്റ് വിത്ത് ദി ഗവൺമെൻറ്. സ്വന്തം ഇൻകത്തുമ്മ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഷാൾ ബി പെയ്ഡ് ബിഫോർ ദ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. റിട്ടേൺ ഫയൽ ചെയ്യണേക്കാൾ മുൻപേ തന്നെ അയാളുടെ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഷാൾ ബി കമ്പൈൻഡ് ബൈ ദി ചലാൻ. ഇത് ചലാനോട് കൂടിയിട്ടാണ് കേട്ടോ. ചലാൻ വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ദിസ് ടാക്സ് ക്യാൻ ബി പെയ്ഡ് അറ്റ് എനി ഓഫ് ദ ഓതറൈസ്ഡ് ബാങ്ക്സ്. ബാങ്ക് വഴിയാവാം. ഓർ ക്യാൻ ബി പെയ്ഡ് ഓൺലൈൻ, അല്ലെങ്കിൽ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് നടത്താം. ദ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ്. ടാക്സ് ഏതൊക്കെയാണ്, ഏത് ഹെഡിലുള്ളതാണ്, ഏത് കാറ്റഗറി ആണെന്നുള്ളതൊക്കെ സെപ്പറേറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ടാക്സ് പേ ചെയ്യണതിൻ്റെ ഡീറ്റെയിൽസ്. ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഹാസ് ബീൻ പെയ്ഡ് എന്നാണ് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഡേറ്റ്. ആൻഡ് ദി ചലാൻ നമ്പർ ആർ റിക്വയർഡ് ടു ബി മെൻഷൻഡ്. ചലാൻ നമ്പർ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചലാൻ നമ്പർ നോട്ട് ചെയ്യില്ലേ, അതുപോലെ പേയ്മെൻറ്റ് നടത്തിയെന്ന് കാണിക്കാനായിട്ട് ആർ റിക്വയർഡ് ടു ബി മെൻഷൻഡ് ഇൻ ദ ഇൻകം ടാക്സ് റിട്ടേൺ. ഇനി പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യണ പ്രൊസീജിയേഴ്സ്. ഏറ്റവും ആദ്യം തന്നെ കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ ഓൺ ടോട്ടൽ ഇൻകം. നമ്മൾ ടോട്ടൽ ഇൻകത്തുമ്പോൾ ടാക്സ് പേ ചെയ്യില്ലേ, സ്ലാബ് അനുസരിച്ച് കാൽക്കുലേഷൻ നടത്തുക. ആഡ് ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A, 234B, 234C. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ലെസ് റിലീഫ് അണ്ടർ സെക്ഷൻ 90, 90A, 90, 91. ഡബിൾ ടാക്സേഷൻ റിലീഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ലെസ് മാറ്റ്, MAT, മാറ്റ് കേട്ടോ. മാറ്റ് എന്ന് പറയുമ്പോഴേക്കും ഓടിച്ചാടി കയറി കിടക്കരുത് കേട്ടോ. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് കേട്ടോ. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് മാറ്റ്. പിന്നെ ക്രെഡിറ്റ് അണ്ടർ 115AA ടാക്സ് ക്രെഡിറ്റ്. പിന്നെ ലെസ് TDS TCS ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. ലെസ് അഡ്വാൻസ് ടാക്സ്. ഇതെല്ലാം കഴിഞ്ഞാൽ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് കേട്ടോ. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് കൊടുക്കുകയാണ്. സെക്ഷൻ 234A ഇൻട്രസ്റ്റ് ഫോർ ലേറ്റ് ഫയലിംഗ്. ഫയൽ ചെയ്യാൻ നേരം വൈകുകയാണെങ്കിൽ ഇൻട്രസ്റ്റും കൂടി സബ്മിറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റും കൂടെ കൊടുക്കണം കേട്ടോ. സെക്ഷൻ 234B, 234C ഇൻട്രസ്റ്റ് ഫോർ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ ഡിലേ വരികയാണെങ്കിൽ, നമ്മൾ മുമ്പ് ഒരിക്കലും അഡ്വാൻസ് ടാക്സ് പറഞ്ഞപ്പോൾ ഡേറ്റുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ജൂലൈ 15, സെപ്റ്റംബർ 15 അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ഉള്ള ആ ഡേറ്റുകൾ കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് നടത്തണമെന്ന് വെച്ചെങ്കിൽ ലേറ്റ് ഫീ കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആൻഡ് ഡെഫേർഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. ഇനി സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് നോട്ട് പെയ്ഡ് ഇൻ ഫുള്ള്. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഫുള്ളായിട്ട് പേ ചെയ്യണമെന്നില്ല കേട്ടോ. നോട്ട് പെയ്ഡ്. ഇഫ് ദ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഈസ് നോട്ട് പെയ്ഡ് ഇൻ ഫുൾ, ദ എമൗണ്ട് സോ പെയ്ഡ് ബൈ ദ ടാക്സ് പേയർ ഷാൾ ഫസ്റ്റ് ബി അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് ദി. ഇനി ആദ്യമായിട്ടൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലേറ്റായിട്ട് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്തായിരിക്കും പറയുന്നത്, പേയബിൾ ആൻഡ് ദി ബാലൻസ് ടുവേർഡ്സ് ടാക്സ്. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 10,000 രൂപ മാസം കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ആദ്യം ഇൻട്രസ്റ്റിലേക്കാണ് പോവുക, ബാക്കിയുള്ളത് എമൗണ്ടിലേക്ക് പോകുള്ളൂ എന്ന്. അതുപോലെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ നേരം വൈകിയും പിന്നെ കുറച്ച് എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് എടുക്കുക ആദ്യം, ബാക്കിയുള്ളത് ടാക്സ് പേയ്മെൻറ്റിലേക്ക് സെറ്റ് ഓഫ് ചെയ്തിടും കേട്ടോ. ഓക്കെ. ഇനി പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അത് വെറുതെ എക്സാമ്പിളായിട്ടൊന്ന് 2 എണ്ണം നിങ്ങൾ ടെക്സ്റ്റിൽ കാണും. വെറുതെ ഒരു എക്സാമ്പിളായിട്ട് രാജു രാമു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അത് വേണമെന്നില്ല. അടുത്തത് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ. രണ്ടാമത്തെ കേട്ടോ. അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ.
റിട്ടേണിൻ്റെ ബേസിൽ അസസ്മെൻറ്റ് നടത്തുന്നത്. സെക്ഷൻ 143 സബ്സെക്ഷൻ 1 സമ്മറി അസസ്മെൻറ്റ് വിത്തൗട്ട് കോളിംഗ് ദ അസസി where return of income has been filed under section 139 either regular return or under section 142(1) return filed on the basis of notice. Such return shall be proceed as follows. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എന്താ പറയുന്നത്, വല്ല അരിത്തമാറ്റിക്കൽ എററൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് കണ്ടു. സം പേയബിൾ ചെയ്യുമ്പോൾ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടഡ് ആസ് അണ്ടർ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ടാക്സും ഇൻട്രസ്റ്റും എത്രയൊക്കെയാണ് എമൗണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്തെടുത്ത് ലെസ് TDSO, അഡ്വാൻസ് ടാക്സ് പെയ്ഡ്, റിലീഫ്, ടാക്സ് റിബേറ്റ്. 5 ലക്ഷം രൂപയേക്കാൾ കുറവാണ് നിങ്ങളുടെ ഇൻകമെങ്കിൽ ഒരു 12,500 നമുക്ക് റിബേറ്റ് കിട്ടും കേട്ടോ. ഓർമ്മയുണ്ടോ അതൊക്കെ ആവും. ടാക്സ് പെയ്ഡ് ഓൺ സെൽഫ് അസസ്മെൻറ്റ്, എനി എമൗണ്ട് പെയ്ഡ് അതർവൈസ് ബൈ വേ ഓഫ് ടാക്സ് ഓർ ഇൻട്രസ്റ്റ്, സം പേയബിൾ ഓർ റീഫണ്ടബിൾ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുന്നത്, അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേണിൻ്റെ ബേസിൽ അസസ്മെൻറ്റ് നടത്തി. ഇനി ടൈം ലിമിറ്റ് ഫോർ ഇൻറ്റിമേഷൻ. Time limit. An intimation under section 143 subsection 1 should not be sent after the expiry of 1 year from the end of the financial year. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ എന്താ പറയുന്നത്, ഷാൾ നോട്ട് ബി സെൻഡ് കൊടുക്കാൻ പാടില്ല. അതായത് ലേറ്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ടൈം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ആ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുക്കണം ഇൻ വിച്ച് റിട്ടേൺ ഈസ് മെയ്ഡ്. ആ ഫിനാൻഷ്യൽ ഇയർ കൊടുത്തില്ല എന്ന് വെച്ചെങ്കിൽ കൊടുക്കണം. അങ്ങനെയാണ്. കൊടുത്തില്ല എങ്കിൽ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ പറച്ചിലൊന്നും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്താവും എന്ന് പറയുന്നത്, ടാക്സ് ഇവാഷനിലേക്ക് വരും. അതാത് വർഷം നമ്മൾ ടാക്സ് പേ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ പോകുന്നത് ടാക്സ് ഇവാഷനിലേക്കാണ്. അപ്പം അതൊന്നും വരുത്തി തീർത്തില്ല ആരും. എന്തായാലും ടാക്സ് റിട്ടേൺ അതാത് വർഷം തന്നെ ഫയൽ ചെയ്തിരിക്കും. ഈ മൂന്നാമത്തെ എന്താണ്, റെഗുലർ അസസ്മെൻറ്റ്. റെഗുലർ അസസ്മെൻറ്റ് മീൻസ് സെക്ഷൻ 2 സബ്സെക്ഷൻ 40 ദ അസസ്മെൻറ്റ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസോടുകൂടി. അതായത് ഏതൊക്കെ തരത്തിലുള്ള ഇൻകമാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇൻകം ഫ്രം സാലറി ആണെങ്കിൽ ഫോം 16 കേട്ടോ, എവിഡൻസ് കൊടുക്കുക. നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഫോം 15 ബാങ്കിൽ നിന്ന് കിട്ടും, അതവിടെ സബ്മിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതൊരു ഡിഡക്ഷനാണ്, അതിനും എവിഡൻസ് ഉണ്ടായിരിക്കും. എല്ലാം വിത്ത് എവിഡൻസിൽ കേട്ടോ. Regular assessment means section 2 subsection 40 the assessment made on the basis of evidence. Assessment on the basis of evidence under section 143 subsection 3 scrutiny assessment. Scrutiny സൂക്ഷ്മ പരിശോധന നടത്തുക അല്ലേ. Assessment on the basis of evidence refers to the examination of the return of income by giving an opportunity to the assessee to substantiate the income declared and the expenses, deductions, losses, exemptions, etc. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എല്ലാം കാണിക്കണം. ക്ലെയിംഡ് ഇൻ ദ റിട്ടേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എവിഡൻസ്. അങ്ങനെ എക്സംഷൻസോ, അപ്പോൾ നമുക്കറിയാം അഗ്രികൾച്ചറൽ ഇൻകം ഒക്കെ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലോസോ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C തൊട്ട് 80U വരെയുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും എമൗണ്ട് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വിത്ത് എവിഡൻസിലായിരിക്കണം റിട്ടേൺസ് ഫയൽ ചെയ്ത് കൊടുക്കേണ്ടത്. പർപ്പസ് ഓഫ് സ്ക്രൂട്ടിനി അസസ്മെന്റ്. എന്തിനാണ് സ്ക്രൂട്ടിനി നടത്തുന്നത് കേട്ടോ? ടു എൻഷുർ ദാറ്റ് ദ അസസി ഹാസ് നോട്ട് അണ്ടർ സ്റ്റേറ്റഡ് ദി ഇൻകം കുറച്ച് കാണിക്കുക, കമ്പ്യൂട്ടഡ് എക്സസീവ് ലോസസ് നഷ്ടം കൂടുതൽ കാണിക്കുക, അണ്ടർ പെയ്ഡ് ടാക്സ് കുറച്ച് കാണിക്കുക, അതൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് സ്ക്രൂട്ടിനി നടത്തുന്നത്. ഓക്കെ. ഇനി സ്ക്രൂട്ടിനി നടത്തുമ്പോൾ ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ദി സ്ക്രൂട്ടിനി അസസിംഗ് ഓഫീസർ ഗെറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കണ്ടക്ട് എൻക്വയറീസ്. അത് അസസിംഗ് ഓഫീസർ ഇനിയിപ്പോൾ എന്തെങ്കിലും അവർ സ്ക്രൂട്ടിനി നടത്തുന്ന സമയത്ത്, ഇനി ബാക്കി ഞാൻ പറയുകയാണ് കേട്ടോ. അതായത് സ്ക്രൂട്ടിനി നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് എവിഡൻസിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ അറിയിക്കും, ഇൻറ്റിമേഷൻ തരും. അത് എന്നിട്ട് പിന്നെ അസസിംഗ് ഓഫീസർ
നമ്മളോട് ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണോ സബ്മിറ്റ് ചെയ്യാൻ പറയണമെന്ന് വെച്ചെങ്കിൽ അവർ പറയണ ആ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ആ ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് അവർ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ ആ ഡോക്യുമെൻ്റ് വെക്കാനായിട്ട്. അത്ര ദിവസത്തിനുള്ളിൽ വെച്ചില്ല എന്ന് വെച്ചെങ്കിൽ വീണ്ടും അവരെന്ത് ചെയ്യുന്ന പറയുന്നത് എൻക്വയറിക്ക് വരും കേട്ടോ. ഇതൊക്കെയാണ് എന്താണ് പറയുന്നത് സ്ക്രൂട്ടിനിയുടെ ഉദ്ദേശം. അതായത് നമ്മൾ ടാക്സ് വെട്ടിക്കുന്നുണ്ടോ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ റെഡിയാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനാണ്. സെക്ഷൻ 143(3)(a) provides that the central government may make a scheme to impart greater efficiency, transparency and accountability by eliminating the interface between assessing officer and the assessee. അസസിങ് ഓഫീസറും അസസിങ് തമ്മിൽ വല്ല അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടൊന്നും അറിയില്ലോ. പിന്നെ ഒപ്റ്റിമൈസിങ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ത്രൂ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇൻട്രൊഡ്യൂസിങ് എ ടീം ബേസ്ഡ് അസസ്മെന്റ് ഇൻ ടു ഡൈനാമിക് ജൂറിസ്ഡിക്ഷൻസ്. പിന്നെ ഇൻകം ടാക്സിന്റെ വെരിഫിക്കേഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ റെയ്ഡ് പോലെയൊക്കെ വരുമ്പോൾ അവർ ഒരാളൊന്നുമല്ല വരിക, ഒരു 5-6 ആൾക്കാർ കൂടി ഒരുമിച്ചാണ് കോട്ടും സൂട്ടൊക്കെ ആയിട്ട് ഓടി കയറി വരിക. എന്ന് നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടില്ലേ, എന്താ പറയുക, ഒരു നമ്മുടെ ബിജു മേനോൻ എന്താ പറയുക റവന്യൂ ഇൻസ്പെക്ടറൊക്കെ ആയിട്ടൊരു ഇതിൽ, എനിക്ക് സിനിമയുടെ ഫുള്ളൊന്നും ഓർമ്മയില്ല, അതിൻ്റെ കറൻസിയുടെ ഒക്കെ പോയിട്ട് അവർ എന്താ പറയുന്നത് ലോക്കറൊക്കെ അങ്ങനെ വെച്ച് എന്താ പറയുന്നത് കട്ട് ചെയ്ത് തുറന്നിട്ട് ഒന്നും കാണാതെ വരും അങ്ങനെയൊക്കെ ആയിട്ട്. അവർ വന്നാൽ അങ്ങനെയാണ് എന്താ പറയുന്നത് ആന കരിമ്പത്തോട്ടത്തിൽ കയറിയ മാതിരി ആക്കും. അവർ എല്ലാം വലിച്ചിട്ട് എല്ലാം പരിശോധിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അത് മിണ്ടാതെ ഉരിയാടാതെ കാണില്ല കേൾക്കില്ല മിണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടി വരുന്നു. അവരെല്ലാം ടെസ്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ബുക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരത് എടുത്തുകൊണ്ട് പോകും. അവർ വന്ന വഴിക്ക് തന്നെ ടെലിഫോൺ കണക്ഷനൊക്കെയാണ് ഡിസ്കണക്ട് ചെയ്യുക. നമ്മൾ സെൽഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് കൈ പിടിക്കും. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എവിടെയാണെന്ന് വെച്ചെങ്കിൽ ഒക്കെ പോയി അന്വേഷിക്കും. അത് വലിയ എന്താ പറയുക പൊത്തിവെപ്പലാന്ന് വെച്ചെങ്കിൽ വേഷനൊക്കെ വന്നാലേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാർ കുറച്ച് ശമ്പളം കിട്ടുന്നതിൻ്റെ ടാക്സ് അതൊന്നുമല്ല. വലിയ ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അവരങ്ങനെ വരികയാണ്. അവർക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓടി വരുള്ളൂ എന്ന്. അറ്റ് എ ടൈം നമ്മുടെ ബിസിനസ്സിന് എത്ര ബ്രാഞ്ച് ഉണ്ട് വെച്ചെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക അവിടെ എല്ലായിടത്തും വീട് ബ്രാഞ്ചുകൾ അങ്ങനെ എല്ലാം, പിന്നെന്താ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യിക്കുക, അങ്ങനെ കുറേ കലാപരിപാടികൾ ഉണ്ടാവില്ലേ കേട്ടോ. അതൊക്കെ പിന്നീട് നമ്മൾ ഒരുപാട് ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോർമൽ ലെവലിലേക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ വലിയ കുട്ടികളൊക്കെ ആയിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് ടാക്സ് അടയ്ക്കുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഈ ടാക്സ് ഇവാഷനൊന്നും വേണ്ട കേട്ടോ. ടാക്സൊക്കെ മര്യാദയ്ക്ക് അടച്ചു വെച്ചോളൂ എന്ന് കിട്ടുന്ന ശമ്പളത്തുമ്മേ. നിങ്ങളടക്കേണ്ട എംപ്ലോയർ പിടിച്ചോളും. എംപ്ലോയർ പിടിച്ചല്ലെങ്കിൽ എന്താ പറയുന്നത് എംപ്ലോയർ ഡിഫോൾട്ട് അസസ് ചെയ്യാവില്ലേ. അപ്പോൾ ആ ആൾക്കാണ് പ്രശ്നങ്ങൾ. ഫൈൻ നമ്മൾ എവിടെയോ പറഞ്ഞു ഒരു ദിവസത്തേക്ക് 200 രൂപയ്ക്കാണ് ഫൈനായിട്ട് മേടിക്കുക. അപ്പോൾ അവർ തന്നെ കൃത്യമായിട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾ തന്നെ നേരിട്ട് സാലറി മാത്രമുള്ളെങ്കിൽ അവർ ചെയ്തോളും. പിന്നെ നമുക്ക് കുറേ കുറേ ഉണ്ടല്ലോ, അതായത് എന്താ പറയുന്നത് വീട് വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ കിട്ടുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയാണ് എവിഡൻസോട് കൂടിയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ തിയറി കഴിഞ്ഞു കേട്ടോ.